നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വടകരയിൽ കെ ശൈലജ തോൽക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണെങ്കിൽ ജയിക്കേണ്ടത് ഗോവിന്ദന്റെ ആവശ്യമാണ്. കാരണം CPMന്റെ മുഖം അത് ശൈലജയാണെന്ന് മറ്റാരേക്കാളും നന്നായി MV ഗോവിന്ദൻ അറിയാം. പിണറായി വിജയന്റെ മുഖം കാണിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനാകില്ല, 8 നിലയിൽ പൊട്ടും. CPMൽ കൊള്ളാവുന്ന ഒരേ ഒരു മുഖം ശൈലജ മാത്രമാണ്. ഈ മർമ്മത്തിൽ പിടിച്ചു കയറാൻ ഗോവിന്ദൻ പണി 18 നോക്കുന്നുണ്ട്. കാരണം പാർട്ടി വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. പിണറായി വിജയനും കുടുംബവും ചേർന്നുണ്ടാക്കിയ അഴിമതികളുടെ എല്ലാം കറ വീണിരിക്കുന്നത് പാർട്ടിക്ക് മേലെയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി ഒട്ടും ജനകീയനല്ല. എല്ലാവരോടും ധാർഷ്ട്യം കാണിക്കുകയും മാധ്യമങ്ങളോട് കടക്കുപുറത്ത് നയവും കാണിക്കുന്നതിനാൽ ജനകീയ മുഖമല്ലാത്തതുകൊണ്ട് പിണറായിയെ അംഗീകരിക്കാൻ ജനങ്ങളും തയ്യാറാകില്ല. ഇതൊക്കെ കൃത്യമായി MV ഗോവിന്ദൻ അറിയാം. കെ ശൈലജയിലാണ് ഇനി CPMന് പ്രതീക്ഷയുള്ളത്. എന്നാൽ ശൈലജയുടെ മുഖം വികൃതമാക്കാൻ ചില്ലറ കളിയല്ല പിണറായി കളിച്ചത്. പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ മോർഫ് ചെയ്ത വീഡിയോ വിവാദം വരെ കത്തിച്ചതിന് പിന്നിലൊക്കെ പിണറായി വിജയന്റെ കൈയുണ്ടെന്നാണ് വിവാദം. പിണറായി വിജയന്റെ പ്ലാൻ പൊളിച്ചടുക്കി രംഗത്ത് വന്നതെല്ലാം MV ഗോവിന്ദനാണ്. ശൈലജയെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിച്ചു. വടകരയിൽ ഷാഫിക്ക് വേണ്ടി വലിയ ഓളമുണ്ടാക്കി UDF. അപ്പോഴും ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് വടകരയിൽ ഒരു പറ്റം മനുഷ്യർ നിലപാട് വ്യക്തമാക്കി. ഇത് കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. CPM എന്നതിനപ്പുറം ശൈലജ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് വടകരക്കാർ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം, അത് ശൈലജ ടീച്ചർ ആയിരിക്കണമെന്ന വലിയ ആഗ്രഹം കേരളത്തിന്റെ ഒരു വികാരമായി നിൽക്കുന്നുണ്ട്. ശൈലജയോടുള്ള ജനങ്ങളുടെ ഈ വികാരം മുതലെടുക്കാൻ MV ഗോവിന്ദൻ പരമാവധി ശ്രമിക്കും. കാരണം പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇത്. എന്നാൽ അപ്പോഴും പിണറായി തുടക്കത്തിലേ ഒരു പണി വെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മുഖ്യന്റെ കുതന്ത്രമാണ്. ജയിച്ചാൽ അങ്ങ് കേന്ദ്രത്തിലോട്ട് തട്ടാം, തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽവിയുടെ കാരണം പറഞ്ഞ് ശൈലജയെ മാറ്റി നിർത്താം. ഇത്തരത്തിലുള്ള പല കണക്കുകൂട്ടലുകളാണ് പിണറായി നടത്തിയത്. റിയാസിന് വേണ്ടി വഴിവെട്ടുന്ന പിണറായി പാർട്ടിയുടെ കഴുക്കോലിളകുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല. അതൊന്നും മൂപ്പർക്ക് ഇനി ഒരു വിഷയമല്ല. ശൈലജയെ ഒതുക്കി നിർത്തുന്നത് നല്ലതിനല്ല എന്ന് MV ഗോവിന്ദന് കൃത്യമായി അറിയാം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുഖം പുറത്ത് കാണിക്കും? ഗോവിന്ദനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ്. CPM നേതാക്കളെല്ലാം അഴിമതിക്കാരും ധാർഷ്ട്യക്കാരും കോർപ്പറേറ്റുകളുമെന്ന് ജനങ്ങൾ പറയുന്നു. ഈ പാർട്ടി ജനങ്ങളുടേതല്ല, തൊഴിലാളികളുടേതല്ല എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. അതിനിടയിലും ജനകീയ മുഖമായി നിൽക്കുന്നത് ശൈലജ മാത്രം. പാർട്ടിയുടെ നട്ടെല്ല് പിണറായി അല്ല, അത് ശൈലജയാണ്. പിണറായി എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അവരുടെ തട്ട് താണു തന്നെയിരിക്കും. റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാമെന്നുള്ളത് മുഖ്യന്റെ അതിബുദ്ധിയും മനക്കോട്ടകെട്ടലും മാത്രമാണ്. പിണറായി കാലം കഴിഞ്ഞാൽ റിയാസ് പിന്നെ കറിവേപ്പിലയാണ്, തൂക്കി പുറത്തിടും പാർട്ടി. ഇതറിയാവുന്ന മുഖ്യൻ പടിയിറങ്ങുന്നതിന് മുൻപ് റിയാസിനെ തിരികെ കയറ്റാനുള്ള ഓട്ടത്തിലാണ്. അതിനാലാണ് ശൈലജയെ ഒതുക്കുന്നത്. പാർട്ടിയിൽ പലർക്കും റിയാസിനെ അത്ര പിടുത്തമല്ല. കണ്ണൂർ CPM സംഘം അവസരം കിട്ടിയാൽ റിയാസിനെ ചവിട്ടി പുറത്താക്കും. AN ഷംസീറിനൊക്കെ കട്ടക്കലിപ്പാണ് റിയാസിനോട്. വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജയ്ക്ക് വേണ്ടി CPMലെ 2 സംഘമാണ് പ്രവർത്തിച്ചത്. ഒന്ന് ശൈലജയെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘം, 2 ശൈലജയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാൻ ഗോവിന്ദനും സംഘവും. വടകരയിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം തിരികൊളുത്തി വിട്ടതിന് പിന്നിൽ പാർട്ടി തന്നെയാണ്. പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. മോർഫ് ചെയ്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചർ പോലും അറിയാത്ത വിവാദങ്ങൾ പാർട്ടിയിൽ ഒരു കൂട്ടർ കത്തിച്ചുവിട്ടു. പിന്നീട് ഇപ്പോൾ RMP നേതാവ് ഹരിഹരൻ ശൈലജയെ ആക്ഷേപിച്ചത് വലിയൊരു വിവാദമായി മാറി. ശൈലജയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നിച്ചു. എന്നാൽ അതും പൊളിച്ചടുക്കി പാർട്ടി കയ്യിൽ കൊടുത്തു. ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കി. ഇതെല്ലാം ശൈലജ ടീച്ചർക്ക് 8ന്റെ പണിയായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നുള്ളിപ്പെറുക്കി കണക്ക് കൂട്ടുകയാണ് ഗോവിന്ദൻ. ശൈലജ ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് പാർട്ടിയിലെ വലിയൊരു പറ്റം നേതാക്കളും MV ഗോവിന്ദനും ഉൾപ്പെട്ട സംഘം. കാരണം അവരുടെയും കൂടി ആവശ്യമാണ് ശൈലജ ജയിക്കണമെന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്ന് CPMന്റെ വിലയിരുത്തൽ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ്
1200-നും 1500-നും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും കെ ശൈലജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നത്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകരയിൽ നടന്നത്. ഈ ഭൂരിപക്ഷത്തിനെങ്കിലും ശൈലജ ജയിക്കണമെന്നാണ് ഗോവിന്ദൻ ഉൾപ്പെട്ട സംഘത്തിന്റെ ആവശ്യം. നമുക്കറിയാം, മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ ജയിച്ചു കയറിയത്. എന്നാൽ വടകരയിൽ എത്തിയപ്പോഴത്തേക്ക് കളി ആകെ മാറി. വടകരയിൽ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിലും പിണറായി വിജയന്റെ കുതന്ത്രം മാത്രമായിരുന്നു. കാരണം TPയുമായി ബന്ധപ്പെട്ട് CPMന് വലിയ തിരിച്ചടി കിട്ടിയ സ്ഥലമാണ് വടകര. ഒഞ്ചിയത്തൊന്നും നിലനിൽപ്പ് പോലും CPMന് ഇപ്പോൾ ഇല്ല. ആ ഒരവസ്ഥയിൽ വലിയ എതിർപ്പുള്ള ഒരു സ്ഥലത്താണ് ശൈലജയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവിടെ ശൈലജ ടീച്ചർ ജയിച്ചാൽ അത് പിണറായി വിജയനെ ചവിട്ടി താഴ്ത്തുന്നതിന് തുല്യമാണ്. കാരണം അത് വൻ മുന്നേറ്റം ശൈലജയ്ക്കുണ്ടാക്കും. വടകര പിടിച്ചെടുത്തു എന്ന ഒരേ ഒരു ക്രെഡിറ്റ് ശൈലജയ്ക്ക് കിട്ടും. CPMലെ വേറെ ഏതൊക്കെ നേതാക്കൾ നിന്നാലും, എത്ര കൊലകൊമ്പന്മാർ നിന്നാലും, സാക്ഷാൽ പിണറായി വിജയൻ നിന്നാൽ പോലും അവിടുത്തെ ജനങ്ങൾ ചൂലുംകെട്ടിന് അടിച്ചോടിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശൈലജ വന്നപ്പോൾ വടകരക്കാർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഈ ഒരു പ്രതീക്ഷയാണ് പാർട്ടി സെക്രട്ടറി കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച CPMലെ P ജയരാജൻ 1,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു CPM താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നിട്ടും 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് K മുരളീധരൻ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച് ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയത്. എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാമെന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികളിൽ യഥാർത്ഥ ചിത്രം നൽകിയില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് ഇത്തവണ അല്പം മേൽക്കോയ്മയുണ്ടാവുമെന്നാണ് അന്തിമ അവലോകനം. വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നിവിടങ്ങളിൽ UDFന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ MP-യുമായ K മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ശൈലജയെ രംഗത്തിറക്കിയത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ UDF സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തരത്തിലേക്ക് മാറുകയായിരുന്നു. NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 80,128 വോട്ടായിരുന്നു. വലിയ മുന്നേറ്റം വടകരയിൽ NDAക്ക് സാധ്യമാകില്ലെന്ന വിലയിരുത്തലിലാണ് CPM. വടകര ലോക്സഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൻ പനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശൈലജ ടീച്ചർക്ക് 1200-1500 വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നില്ല. ഇതിലും വലിയ ഒരു പ്രതീക്ഷ വെക്കാമായിരുന്നു. എന്നാൽ അതെല്ലാം തച്ചുടച്ചത് ഈ പാർട്ടിക്കാർ തന്നെയാണ്. ഇവർ തന്നെ പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുകയായിരുന്നു. അഥവാ ഇനി ശൈലജ ടീച്ചർ തോറ്റുപോകുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാർട്ടിക്കും പിണറായി വിജയനും മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.